നമസ്കാരം, എല്ലാവർക്കും സാന്ത്വന ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. സെമിനാരിയിൽ ജൂബിലി ആഘോഷിച്ചു. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ മാത്യു പോത്തനാമുഴി അച്ഛൻ, ഫാദർ ജോസഫ് നെല്ലിക്കുന്നേലച്ഛൻ, ഫാദർ ഫ്രാൻസിസ് അത്തിക്കലച്ഛൻ എന്നിവർക്ക് സെമിനാരി കുടുംബത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സെമിനാരിയിൽ ജൂബിലി ആഘോഷിച്ചു. വിശിഷ്ട അതിഥിയായി വന്ന് പരിപാടികളിലെ മാറ്റുകൂട്ടിയത് ഫാദർ മോൺസിഞ്ഞോർ കീരമ്പാറ അച്ഛനാണ്. 4 മണിയോടുകൂടി ആരംഭിച്ച പരിപാടികൾ സ്വാഗത പ്രസംഗത്തിലൂടെ ആരംഭിച്ചത് ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പുറം അച്ഛനാണ്. ബ്രദേഴ്സിന്റെ പ്രതിനിധിയായി ജൂബിലിയറിയൻസിന് ആശംസകൾ അറിയിച്ചത് ബ്രദർ ജോസഫ് മുല്ലശ്ശേരിയിലാണ്. തുടർന്ന് സെമിനാരി ബ്രദേഴ്സ് അച്ഛന്മാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ആശംസാ ഗാനവും ആലപിച്ചു. 50 വർഷത്തെ തങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം തങ്ങളുടെ പൗരോഹിത്യ അനുഭവത്തിലൂടെ കിടന്ന് ആ സന്ധ്യയെ ഏറ്റവും മനോഹരമാക്കിയത് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആ വേദി തന്നെയായിരുന്നു. ആഘോഷങ്ങളുടെ അവസാനം ജൂബിലിയൻസിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അവരുടെ വിലയേറിയ സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ച അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും റെക്ടർ ഫാദർ ജോസഫ് അത്തിക്കലച്ഛൻ പരിപാടികൾക്ക് സമാപനം കുറിച്ചു. ഞാന് ചെറുപ്പത്തില് മാതാവിനോട് വലിയ ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. മന്ത്രിയുടെ കാര്യത്തിലൊക്കെ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. മുഴുവനായിട്ട് പോകണം. LP സ്കൂളിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴാണെന്നറിയിലും കൊണ്ടേക്ക് വളരെ ഭക്തി കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന അരൂപി ചെറുപ്പം മുതലേ എന്നിലുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കണം ഈ വഴിയിലേക്ക് എന്നെ തിരിച്ചുവിട്ടതൊന്നുകൂടെ ഞാൻ സെമിനാരിൽ മാസധ്യാനം നടത്തുകയുണ്ടായി. വൈദിക വിദ്യാർത്ഥികളുടെ വിളിയെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഏറ്റവും ഉതകുന്നതാണല്ലോ മാസധ്യാനങ്ങൾ. എല്ലാ മാസവും നടത്തുന്നത് പോലെ നവംബർ മാസവും മാസധ്യാനം നടത്തി. ബഹുമാനപ്പെട്ട സക്രിയാസ് എടാട്ടച്ഛനാണ് നവംബർ മാസത്തെ മാസധ്യാനം നയിച്ചത്. പ്രാർത്ഥനയെക്കുറിച്ചും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിനെ കുറിച്ചുമാണ് അച്ഛൻ ബ്രദേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകിയത്. 3 ടോക്കുകളും കുംഭസാരവുമെല്ലാം ഉൾപ്പെട്ട മാസധ്യാനം ദിവ്യകാരുണ്യ ആരാധനയോടും ആശീർവാദത്തോടും കൂടിയാണ് അവസാനം. സെമിനാരി സ്പിരിച്വൽ ഗ്യാതറിംഗ് ആരംഭിച്ചു. ഇത്തവണത്തെ മാസധ്യാനത്തിന് ശേഷം പുതിയൊരു സ്പിരിച്വൽ എക്സസൈസ് എന്ന രീതിയിൽ 4 പേരടങ്ങുന്ന 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ധ്യാനത്തിലൂടെ ലഭിച്ച വിചിന്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. തങ്ങൾ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നതിനായി സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദർ ഔസേപ്പച്ചന്റെ നേതൃത്വത്തിൽ ബാച്ചുകളായി കൂടി ചർച്ച നടത്തുകയും അതോടൊപ്പം ബ്രദേഴ്സിന് ലഭിച്ച ധ്യാനാനുഭവങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്തു. ധ്യാനത്തിന്റെ മുഖ്യ പ്രമേയമായ പ്രാർത്ഥനാ ജീവിതത്തിൽ എങ്ങനെ വളരാമെന്നതിനെ കുറിച്ച് ഔസേപ്പച്ചനിൽ നിന്നും ഇവർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സാധാരണയായി ബാസ് ഗ്യാതറിംഗ് കൂടാറുണ്ടെങ്കിലും പുതുതായി തുടങ്ങിയ സ്പിരിച്വൽ ഗ്യാതറിംഗ് ഏവർക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തുകയുണ്ടായി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തിയ ഈ മത്സരം അത്യന്തം ആവേശകരമായിരുന്നു. ആദ്യ റൗണ്ടുകളിൽ വിജയം ഉറപ്പിച്ച 2ാം ഗ്രൂപ്പും 4ാം ഗ്രൂപ്പും ഫൈനലിലേക്കുള്ള ടിക്കറ്റുകൾ കരസ്ഥമാക്കി. തുടർന്ന് നടന്ന അത്യന്തം ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ ബ്രദർ ഫ്രാൻസിസ് ഈഴപ്പറമ്പിൽ നയിക്കുന്ന 2ാം ഗ്രൂപ്പ് 1ാം സ്ഥാനവും ബ്രദർ ജോസഫ് നടുക്കുടിയിൽ നയിക്കുന്ന 4ാം ഗ്രൂപ്പ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 3ാം സ്ഥാനം ബ്രദർ ജോസഫ് വടക്കുംപറമ്പനും ബ്രദർ ജോർജ് മർത്തികണ്ടവും നയിക്കുന്ന ഗ്രൂപ്പുകൾ പങ്കിട്ടെടുത്തു. ഫൈനൽ മത്സരം നിയന്ത്രിച്ചത് ബ്രദർ ജോർജ് പുലിയമറവനായിരുന്നു. അത്യന്തം ആവേശകരമായ ഈ മത്സരങ്ങൾ സെമിനാരി വിദ്യാർത്ഥികളെ പുളകം കൊള്ളിച്ചു.